നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ജനക മഹാരാജാവ് ശുകൻ്റെ സംശയങ്ങളെല്ലാം തൻ്റെ ഉപദേശങ്ങളിൽ കൂടി തീർത്തു കഴിഞ്ഞു. ഇപ്പോൾ ശുകന് എല്ലാം മനസ്സിലായി. എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചുകൊണ്ട് തന്നെ എല്ലാത്തരം ചിന്തയിൽ നിന്നും വിമുക്തനായി ബദ്ധനല്ലാതെ കഴിയുന്നത് എന്നിപ്പോൾ ശുകന് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. വ്യാസന് വളരെ സന്തോഷവുമായി. അങ്ങനെ സന്തോഷവാനായ ശുകൻ പീവരി എന്ന സുന്ദരിയായ പിതൃക്കളുടെ പുത്രിയെ കല്യാണം കഴിച്ചു. അവളിൽ അദ്ദേഹത്തിന് കൃഷ്ണൻ, ഗൗരപ്രഭൻ, ഭൂരി, ദേവസ്രുതൻ ഇങ്ങനെ 4 പുത്രന്മാരുണ്ടായി. അതിൽ പ്രതാപിയായ വ്യാസപുത്രൻ കീർത്തി എന്ന കന്യകയെയും ജനിപ്പിച്ചു. ആ കന്യകയെ അണുവിന് വിവാഹം ചെയ്തു കൊടുത്തു. അണുഖൻ്റെ പുത്രനാണ് ബ്രഹ്മദത്തൻ. ശുകപുത്രിയിൽ ജനിച്ച അദ്ദേഹം ബ്രഹ്മജ്ഞാനിയും രാജാവും ഒക്കെ ആയിരുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 44. കാലേന ക്രിയതാ തത്ര നാരദസ്യോപദേശതഃ ജ്ഞാനം പരമകം പ്രാപ്യ യോഗമാർഗം അനുത്തമം. കുറേ കാലം കഴിഞ്ഞപ്പോൾ നാരദൻ്റെ ഉപദേശം നിമിത്തം അത്യുത്തമമായ യോഗമാർഗത്തിലൂടെ പരമമായ ജ്ഞാനം അദ്ദേഹം നേടി. ശ്ലോകം 45. പുത്രേ രാജ്യം നിധായാധ ഗതോ ബദരികാശ്രമം മായാബീജോപദേശേന തസ്യ ജ്ഞാനം നിരർഗളം. രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് ബദരികാശ്രമത്തിലേക്ക് പോയി. മായാബീജം ഉപദേശിച്ച് കിട്ടിയതുകൊണ്ട് ജ്ഞാനം അദ്ദേഹത്തിന് നിരർഗളമായി. സദാ ജ്ഞാനനിഷ്ഠനായിരിക്കാൻ കഴിഞ്ഞു. ശ്ലോകം 46. നാരദസ്യ പ്രസാദേന ജ്ഞാതം സദ്യോ വിമുക്തിദം കൈലാസശിഖരേ രമ്യേ തുക്ത്വാ സംകമ്പിതുശുകഃ. നാരദൻ്റെ പ്രസാദത്താൽ ആ ജ്ഞാനം സദ്യോമുക്തി നൽകുന്നതാണെന്ന് മനസ്സിലാക്കിയ ശുകനും അച്ഛൻ്റെ സാമീപ്യം വെടിഞ്ഞ് കൈലാസ ശിഖരത്തിലേക്ക് പോയി. ശ്ലോകം 47. ധ്യാനമസ്തായ വിപുലം സ്ഥിത സംഗപ്പരാഗ്മുഖഃ ഉത്പാദ ഗിരേ ശൃംഗാത് സിദ്ധിം ച പരമാം ഗതഃ. അവിടെ ചെന്ന് ഒന്നിനോടും ഒരു ബന്ധവുമില്ലാത്തവനായി അതിമഹത്തായ ധ്യാനത്തിൽ മുഴുകിക്കഴിയവേ ഉത്കൃഷ്ടയായ സിദ്ധി നേടി പർവ്വത ശൃംഗത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു. ശ്ലോകം 48. ആകാശഗോ മഹാതേജോ വീരരാജയധാരവിഃ ഗിരേ ശൃംഗം ദ്വിധാ ജാതം ശുകസ്യോത്പതനേ തഥാ. മഹാതേജസ്വിയായ അദ്ദേഹം ആകാശത്തിലെത്തി സൂര്യനെ പോലെ തിളങ്ങി. മുകളിലേക്കുള്ള കുതിപ്പ് കൊണ്ട് ഗിരിശൃംഗം അപ്പോൾ തന്നെ 2ആയി പിളർന്നുപോയി. ശ്ലോകം 49. ഉത്പാദാ ബഹവോ ജാത ശുകച്ഛാകാശഗോ ഭവത് അന്തരീക്ഷേ യഥാ വായു സ്തൂയമാന സുരർഷിഭി.
ദുർനിമിത്തങ്ങൾ അപ്പോൾ പലതുമുണ്ടായി. അന്തരീക്ഷത്തിൽ വായു എങ്ങനെയോ അതുപോലെ ശുകൻ ആകാശത്തിലേക്കുയർന്നു. ദേവർഷികൾ അദ്ദേഹത്തെ സ്തുതിച്ചു. 49 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. അധ്യായം 19. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.